അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീസസ് യൂത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് കേൾക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് കേൾക്കണേ. പെട്ടെന്ന് നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു ടീച്ചിങ് പോസ്റ്റിലേക്ക്. അപ്പോൾ നമ്മുടെ തടസ്സം എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഈശോ എടുത്തു മാറ്റാണ്. അപ്പോൾ ആളെന്നോട് ഫസ്റ്റ് ചോദിച്ച കാര്യം, അപ്പോൾ നമുക്കിനി മിഷന് പോവല്ലേ, അല്ലാതെ അതിന് ഒന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചല്ലേ, മിഷന് പോകാല്ലേ, അത് എന്തോ തമ്പരാനായിട്ട് തോന്നിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി നമുക്കിത് ചെയ്യാൻ. വേറെ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈശോയെ കൊടുക്കുക എന്ന് പറയുന്നത് അതും നമ്മുടെ ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ അവന് ഈശോനെ കൊടുക്കണം. ഈശോയ്ക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയാൽ ഈശോ കൂടെ ഉണ്ടാവും. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നമുക്കറിയാം, ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആഴമായ ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ വളർന്നു തുടങ്ങുമ്പോൾ നമുക്ക് ആ ഈശോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള വല്ലാത്തൊരു ആവേശവും വല്ലാത്തൊരു ആഗ്രഹവും ഒക്കെ ഉണ്ടാകും. ഈ ഒരു ആഗ്രഹവും ആവേശവും വളർന്നു വരുമ്പോഴാണ് ഒരു മിഷണറി പിറക്കുന്നത്. മറ്റുള്ളവരിലേക്ക് ഈശോയെ പങ്കുവയ്ക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ അയാൾ ഓടാൻ തുടങ്ങും. ഈ ആവേശത്തോടെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടുമുട്ടിയത്. ഇന്നും അത്തരത്തിലുള്ള ഒരു മനോഹരമായ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ കൊറ്റനെല്ലൂർ ഇടവകയിലുള്ള ഒരു കുടുംബത്തിൻ്റെ അടുത്തേക്കാണ്. ലിബിൻ ഫെമി ദമ്പതികളുടെ മിഷൻ അനുഭവങ്ങളും ഈശോ അനുഭവങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. സ്വാഗതം. അപ്പം ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി, നിങ്ങൾ എന്ത് ചെയ്യുന്നു, മക്കളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ലിബിൻ. എൻ്റെ വീട് കൊറ്റനല്ലൂർ ലാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 5 വർഷത്തോളമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മക്കൾ 2 പേരാണ്, ഇവ, ഈതൻ, ഇത് ഭാര്യ. എൻ്റെ പേര് ഫെമി. ഞാൻ കയ്പമംഗലം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കുറച്ച് നാളുകളായിട്ട് ഞാനും ജീസസ് യൂത്ത് മുന്നേറ്റത്തിലുണ്ട്, ആക്റ്റീവാണ്. മോള് സ്കൂളിൽ പോയി തുടങ്ങിയോ? മോള് UKG. മോനിപ്പം എത്ര? മോന് 2.25 വയസ്സ്. ആള് അംഗനവാടിയിൽ പോകുന്നുണ്ട്. ആളിപ്പോൾ ഞങ്ങളുടെ മിഷന് ശേഷം ആള് ഭയങ്കര ആക്റ്റീവാണ്, സോഷ്യലാണ് ആള്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിഷൻ യാത്രയിലേക്കൊക്കെ പോകാനുള്ളൊരു തുടക്കം? ഈ ജീസസ് യൂത്ത് കണക്ഷൻ അങ്ങനെ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷേ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞങ്ങൾ 2022 ജീസസ് യൂത്ത് കേരള കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ജനിച്ചിട്ട് 28 ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആയിരുന്നു കോൺഫറൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ മാമോദിസ നടത്തി ലാസ്റ്റ് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് അവിടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം ഞങ്ങൾ ലാസ്റ്റത്തെ ദിവസം അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീസസ് യൂത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് തന്നു. സ്ലിപ്പിൽ 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ 2 അപ്പോൾ മിഷൻ എന്ന് കേട്ടപ്പോൾ ഞങ്ങളൊന്നും നോക്കാതെ ഞങ്ങൾ മിഷൻ ടിക്കറ്റ് കൊടുത്തു. പക്ഷേ എപ്പോഴും ഞങ്ങൾ വില്ലിങ് ആയിരുന്നില്ല. പക്ഷേ പലവിധ സാഹചര്യം, കാരണം ഞങ്ങൾക്ക് ലീവ് കിട്ടുമോ, 2 വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ജോലി കാര്യങ്ങളൊന്നും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞങ്ങളത് വില്ലിങ് ആയി. അങ്ങനെയാണ് ഞങ്ങൾ മിഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. മനസ്സുകൊണ്ട് ഒരു തീരുമാനം. ഇപ്പം ഫാമിലി കോൺഫറൻസിന് പോയ സമയത്ത് മിഷന് പോകാനൊരു ആഗ്രഹം 2 പേരും ഒരേ മനസ്സോടെ എഴുതി കൊടുത്തു, അത് ശരിയാണ്. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമ്മളെ അതിന് പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി പോകണം എന്ന് നമ്മളെ നിർബന്ധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ അവസാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ തമ്പുരാനുമായിട്ട് അടുപ്പിച്ച ദൈവാനുഭവങ്ങൾ അത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്? എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ദേവാലയത്തോട് വളരെ അടുത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. ഞാൻ കൊയറിലുണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും എത്താറില്ലെങ്കിലും പക്ഷേ ശനി ഞായറും നിർബന്ധമായിട്ട് വീട്ടിൽ നിന്ന് അമ്മ തള്ളിവിടും. പിന്നെ അപ്പച്ചനായാലും അമ്മച്ചിയായാലും വിശ്വാസത്തിൽ അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പാത നമ്മൾ പിന്തുടർന്ന് നമ്മൾ ആ ഒരു ദേവാലയത്തോട് അടുത്ത് തന്നെ ജീവിച്ചിരുന്നു. നമ്മുടെ ഒരു ഫോർമേഷൻ അതൊരു പരിധി വരെ അത് കാരണമായിട്ടുണ്ട്.
ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ കാറ്റീസ് ഒക്കെ പഠിപ്പിച്ചതായിരുന്നു. അപ്പോൾ മമ്മിയും ഞാനും ഒരുമിച്ചാണ് കാറ്റീസം പഠിപ്പിക്കാൻ പോവുക. അപ്പോൾ ആ ഒരു ഫോർമേഷനും എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈശോയോട് കുറച്ചും കൂടി അടുത്ത് നിൽക്കാനും പല കാര്യങ്ങളിലും മമ്മി എന്നോട് പറയാ, ഞാൻ നിന്നെ നോക്കാൻ വേണ്ടി ഈശോ ഏൽപ്പിച്ച ഒരാൾ മാത്രമാണ്, നീ കുറച്ചും കൂടി കൂടുതൽ അടുക്കേണ്ടതും സംസാരിക്കേണ്ടതും മാതാവിനോടാണ്, മാതാവിനോട് എന്നും പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ആ ഒരു അടുപ്പവും ബന്ധമൊക്കെ നമുക്ക് ഈശോയോടും മാതാവിനോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമേഷനിൽ കൂടെ തന്നെയാണ് ഇതിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങാനും ഈശോയിൽ കൂടുതൽ സ്നേഹത്തിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഇത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കുന്നു, പക്ഷേ കുട്ടികളാണെങ്കിൽ കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഇവരെയും കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് പല രീതിയിലുള്ള നിർദ്ദേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാ, അങ്ങനെ തടസ്സം ഉണ്ടായിരുന്നോ? അതിനെങ്ങനെയാ മറികടന്നത്? ഞങ്ങൾ മിഷനിലേക്ക് പോകാൻ തീരുമാനിച്ചെടുത്തത് ഞങ്ങൾ ഏകദേശം ഏറ്റവും അവസാനമാണ് മിഷനിലേക്ക് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആള് സ്കൂളിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും മിഷന് പോകാൻ എഴുതി കൊടുത്തെങ്കിലും ഞങ്ങൾ മിഷന് പോകാൻ തടസ്സമായിട്ട് കാണുന്നത് ആൾക്ക് വെക്കേഷന് ജോലി ഉള്ളത് കൊണ്ട് ലീവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞാണ് നമ്മളത് മാസ്ക് ചെയ്ത് പോയിരുന്നത്. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ അക്കമ്പനിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞ ജീസസിന്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു അക്കമ്പനിയൻ കപ്പിൾസിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ മിഷന് പോകാൻ താല്പര്യമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിച്ചതാണ് ആള്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാനത് സത്യം പറഞ്ഞാൽ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിരുന്നു. അപ്പോൾ എന്നാലും ആളിങ്ങനെ ചോദിച്ചതിൻ്റെ വിളിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ലീവ് കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു മിഷൻ എൻ്റെ ടീമായിട്ടൊന്ന് ബന്ധപ്പെട്ടുള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു കാരിസം എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കേണ്ടി വന്നത്. അപ്പോൾ ആളെനിക്ക് നമ്പർ തന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഞങ്ങൾ വേറൊരു പേഴ്സണൽ കാര്യത്തിന് രണ്ടാളും ലീവ് എടുത്തിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റിൽ നിന്ന് ഒരു കോള് വരാണ്, എത്രയും പെട്ടെന്ന് കോർപ്പറേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആളെ വിളിക്കുകയാണ്. അപ്പോൾ ലീവ് ആണെങ്കിൽ കൂടി അത്യാവശ്യമെന്ന് കേട്ടപ്പോൾ ആൾ വേഗം പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ കോർപ്പറേറ്റിൽ പറഞ്ഞിരുന്നത് 2 കൊല്ലത്തേക്ക് ഒരു ചാൻസ് ടീച്ചിങ് പോസ്റ്റിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് കേൾക്കണേ. പെട്ടെന്ന് നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു ടീച്ചിങ് പോസ്റ്റിലേക്ക്. അപ്പോൾ നമ്മുടെ തടസ്സം എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഈശോ എടുത്തു മാറ്റാണ്. ലീവില്ല എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഈശോ മാറ്റി ലീവ് തരാണ്. കാരണം ടീച്ചിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ ആ 2 മാസം നമുക്ക് വെക്കേഷൻ കാലാവധിയാണ്. അപ്പോൾ നമുക്ക് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കോർപ്പറേറ്റിൽ നിന്ന് അച്ഛൻ ഇത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഉടനെ അടി ആളെ വിളിച്ചിട്ട് പറഞ്ഞു പ്രൊമോഷനാണ്, ടീച്ചിങ്ങിലേക്ക് പ്രൊമോഷനായിരുന്നു. അപ്പോൾ ആളെന്നോട് ഫസ്റ്റ് ചോദിച്ച കാര്യം, അപ്പോൾ നമുക്കിനി മിഷന് പോവല്ലേ, അല്ലാതെ അതിനൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചല്ലേ, മിഷന് പോകാല്ലേ, അത് എന്തോ തമ്പരാനായിട്ട് തോന്നിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി ഞങ്ങൾ ജോയിൻ ചെയ്തു. അതിനുശേഷം ആൾക്ക് കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ ടീച്ചിങ്ങിലേക്ക് കിട്ടുകയാണെങ്കിൽ. ആൾ സത്യം പറഞ്ഞ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ആളുടെ അമ്മ മരിച്ചു, അമ്മയുടെ ഇതിന് വേണ്ടി ജോലി ലാസ്റ്റ് ഗ്രേഡിൽ നിന്ന് പ്രൊമോട്ട് ചെയ്താണ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആൾ ആ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ജനുവരി 25-ാം തീയതി ആൾ ജോയിൻ ചെയ്തു. 26-ാം തീയതി മുടക്കാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ആലപ്പുഴ ഭാഗത്ത് തുമ്പോളി പള്ളിയിൽ ജിമിക്കി കമ്മലിട്ട മാതാവുണ്ട്, ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാതാവിൻ്റെ അടുത്ത് നേർച്ച നേർന്നിട്ട് പോവാണ് ഞങ്ങൾ പിറ്റേ ദിവസം. ഈ പോകുന്ന യാത്രയിൽ ആലപ്പുഴ എത്തിയതിന് ശേഷമാണ് ഞങ്ങളെ മിഷൻ ടീമിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത്, നിങ്ങൾ മിഷന് പോവാൻ വില്ലിംഗ് ആണോ? ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വില്ലിംഗ് ആണ്, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം, ഇനി ഒന്നും നോട്ടമില്ല. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഏറ്റവും വലിയ തടസ്സം മാറി, ആളുടെ പ്രൊമോഷൻ ശരിയായി. ആൾ ഏകദേശം ഒരു 7 വർഷത്തോളമായി പ്യൂണായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് പിന്നെ ഒന്നും തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ യെസ് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ഞങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങളുടെ രണ്ട് പാരൻസ് സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്കൊരു രീതിയിലുള്ളൊരു തടസ്സം അവർ പറഞ്ഞില്ല. ഒരു മക്കളെ കൊണ്ടുപോകുന്ന കാര്യത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് അവർ പറഞ്ഞെങ്കിലും, പക്ഷെ അതൊരു തടസ്സമായിട്ട് അവർ ഉന്നയിച്ചില്ല. ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾ മക്കൾക്ക് കൂടി വേണ്ടിയാണ് പോകുന്നത്, അപ്പോൾ അവരെന്തായാലും ഞങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മളൊരു വില്ലിങ്നെസ് പ്രകടിപ്പിച്ചപ്പോൾ, നമ്മൾ സ്വമനസ്സ തയ്യാറായപ്പോൾ ബാക്കിയെല്ലാം ഈശോ ഒരുക്കി തരുന്ന രീതിയിലുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ മിഷന് പോകാൻ തീരുമാനിച്ചു, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നു. പക്ഷേ നമ്മൾ ഇതിന് പോകണം, അല്ലെങ്കിൽ നമ്മൾ പോയേ തീരൂ എന്നുള്ള അത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിരുന്നു? പോകേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു?
ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അക്കമ്പനിങ് കപ്പിൾസ് എന്ന് പറഞ്ഞ ട്രെയിനിങ്ങിൽ ഞങ്ങൾ ഭാഗമാണ്. അപ്പോൾ ജീസസ് യൂത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് ഫാമിലീസിൻ്റെ ഇഷ്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ഫാമിലീസ് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സിൻ്റെ വക്കിലേക്കും പിന്നെ ഈശോയെ അറിയാതെ ഈശോയുടെ സ്നേഹം അറിയാത്ത കുറേ മക്കളുണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മുടെ മക്കളെ നമുക്ക് കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈ ഒരു മിഷനിലൂടെ സാധിക്കുമെന്ന് ഞങ്ങൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഈശോയിൽ അടിയുറച്ചൊരു വിശ്വാസവും അവർ ജീവിക്കുന്ന ആ ഒരു സമൂഹമല്ല പുറത്ത് അവരെക്കാൾ പാവപ്പെട്ടവരും പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും മക്കളും അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. അതായത് അവർ ഈ കുഞ്ഞു മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ മറക്കില്ല എന്നാണ് പറയുക, അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ഒരു ചെറിയൊരു സ്പാർക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. പിന്നെ അവിടെ ചെല്ലുമ്പോഴായാലും നമുക്ക് ഒരുപാട് ഫാമിലീസിനെ കണ്ടുമുട്ടാനും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ തോന്നുന്നു. നമ്മൾ കുടുംബമായിട്ട് ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ അതിന് നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുന്നതിനേക്കാളും കൂടുതൽ ആക്സെപ്റ്റൻസ് നമുക്ക് എപ്പോഴും കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും അത് ഒറ്റയ്ക്കായതുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ കുടുംബമായിട്ട് നമ്മൾ കുറച്ച് വില കൊടുക്കേണ്ടി വന്നു അതിന്. ഇപ്പോൾ തമ്പുരാന് വേണ്ടി കുറച്ച് വില കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല, അത് എപ്പോഴും നമുക്ക് നഷ്ടമല്ല. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഇടവക ദേവാലയത്തിൽ വിൻസെൻ്റ് പോളിൻ്റെ ആഭിമുഖ്യത്തിൽ വിദേശത്ത് നിന്ന് ഒരുപാട് മിഷണറീസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായി കണ്ട ഒരു മിഷണറി. പിന്നെ ജീസസ് യൂത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ 1-2 വളരെ അടുത്ത സുഹൃത്തുക്കൾ ജാക്സൺ ആൻസി, മജീഷനു, ഡില്ലോ ജൂലി അവരൊക്കെ മിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളും കൂടി ഞങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ഒരു കുടുംബം അത് ചെയ്തില്ലെങ്കിൽ അവിടെ വേറൊരാളും ചെയ്യാനില്ല. കാരണം നമുക്ക് തമ്പുരാന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കൂടി ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ എത്ര നന്മ തമ്പുരാന് വേണ്ടി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ കൂടുതൽ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ കൂടെ തന്നെ വളരും. ഇപ്പോൾ നമ്മൾ അവരെ നമ്മുടെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ അവർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അവർ നാളെ അവരുടേതായ ലോകത്തേക്ക് മാറും. അപ്പം അങ്ങനെയുള്ളൊരു നമ്മുടെ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ പല മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണല്ലോ. അപ്പോൾ അത് ഞങ്ങളെ ഒരു പരിധിവരെ മിഷനിലേക്ക് അടുപ്പിച്ചു. പിന്നെ ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞ ഈശോനെ നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നത്, വഞ്ചനയായിട്ടാണ്. അതായത് നമ്മളോട് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ക്രിസ്ത്യാനിയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞങ്ങൾക്കത് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പോകാൻ പറഞ്ഞ ആള് അപ്പം തന്നെ ബാഗ് പാക്ക് ചെയ്യൽ കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ. യാത്ര പുറപ്പെട്ട നിമിഷം മുതൽ നമ്മൾ തിരിച്ചു വരുന്നവരെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം അതിൽ ശരിക്കും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള നമുക്ക് പ്രേക്ഷകർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള ദൈവാനുഭവങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ടുള്ള യാത്രയും അവിടുത്തെ താമസവും അവിടെ നടത്തിയിട്ടുള്ള യാത്രയും ഒക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. എന്തൊക്കെ അനുഭവങ്ങളോട് കടന്നു? ഞങ്ങൾ യാത്രയാവുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് 2 അബോർഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നവംബറിൽ ഗ്രോത്ത് കുറവായിട്ട് തന്നെ അബോർട്ടായി പോയി. അതുപോലെ തന്നെ ഞങ്ങൾ മിഷൻ്റെ എല്ലാം പ്രിപ്പറേഷനും തുടങ്ങി കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ പ്രഗ്നൻസി വീണ്ടും കൺസീവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ലാസ്റ്റ് ഒരാഴ്ച മുമ്പാണ് വീണ്ടും ആൾക്ക് ബ്ലീഡിങ് ആയി അബോർട്ടായി പോയത്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യണ്ട, യാത്ര ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. പക്ഷെ ഞങ്ങളുടെ ഡോക്ടർ കുറച്ച് സപ്പോർട്ടീവായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാരണം തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞങ്ങളോട് ഫ്ലൈറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ മിഷൻ സ്ഥലം എന്ന് പറയുന്നത് ത്രിപുരയിലെ അഗർത്തലയാണ്. അപ്പോൾ അഗർത്തലയിലേക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് നേരിട്ടൊരു ട്രെയിനില്ല. അപ്പോൾ നമുക്ക് മാറിക്കയറി പോകണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് പോകണം,
അല്ലെങ്കിൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് നമ്മൾ ഇവിടെ നിന്ന് നേരെ സിൽച്ചാറിൽ പോയി ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം അവിടെ നഗരത്തിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1-ാം തീയതി രാത്രി യാത്ര പുറപ്പെട്ടിട്ട് നമ്മൾ 5-ാം തീയതി രാത്രി അവിടെ എത്തി. അത്രയും സമയം കുട്ടികളുമായിട്ട് പോകുമ്പോൾ അവർക്കുള്ള ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ മാനേജ്? അതായത് ആസ് എ മദർ കുറെ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അതായത് ഇവർ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ വീട്ടിൽ കിട്ടാത്തൊരു സന്തോഷം അവർക്ക് ആ 5 ദിവസം അവർ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെല്ലണ വരെ ആയാലും കുഞ്ഞു കുട്ടിയായാലും അവന് 2.5 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനായാലും അത് എൻജോയ് ചെയ്ത് തന്നെയാണ് പോയിരുന്നത്. നമുക്ക് വേറൊരു ഡിസ്റ്റർബൻസ് അവരുണ്ടാക്കിയിട്ടില്ല. ഇവർക്കൊരു പനിയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമോ ഒന്നും ഒരു കാര്യം അവർക്ക് ആ ഒരു ട്രെയിൻ ജേണിയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ മോള് അജ്നേനെ അറിയാമല്ലോ, ജിസുണ്ടായിരുന്നത്. അജ്നയുടെ വലിയൊരു ഫാനാണ്. അപ്പോൾ അജ്നയുടെ പുസ്തകം വായിക്കല്, കഥ പറയലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 1-2 വട്ടം അജ്നയുടെ ടോംബിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് ആ കഥകളൊക്കെ കേട്ടതുകൊണ്ട് അവൾക്കതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. മിഷൻ യാത്ര പോകുമ്പോൾ ഈ കഥകൾ കേൾക്കുന്നു, പിന്നെ ഞങ്ങളെ ഒരുമിച്ച് കുറേ സമയം കിട്ടുന്നു, അപ്പോൾ കഥകൾ പറയുന്നു, ഫുൾ ടൈം ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ മിഷൻ യാത്രയിൽ ഞങ്ങളെക്കാളും കൂടുതൽ എന്താ പറയുക, ശരിക്കും എൻജോയ് ചെയ്തത് അവർ തന്നെയാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് നമ്മളിപ്പം അവിടെ ഇപ്പം ഹൗസ് വിസിറ്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഇപ്പം പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ പോയത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ കൂടി മിഷൻ പ്രദേശമാണ്. സിൽച്ചാർ മിഷൻ എന്നാണ് അത് പറയാം. അപ്പോൾ ഞങ്ങൾക്കറിയുന്ന കുറച്ചധികം സിസ്റ്റേഴ്സും അച്ഛന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫ് ഒരു ടീച്ചറാണ് എന്നറിയുന്ന ഒരു അച്ഛനായതുകൊണ്ട് അപ്പോൾ അച്ഛൻ അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് അവിടെ നേരത്തെ അച്ഛൻ പ്ലാൻ ചെയ്തു. ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിലാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ അവിടെ നമുക്ക് വേണ്ടി അവിടെ ഒരു ചെറിയൊരു സ്കൂള് അവിടെ ഉണ്ട്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര വീക്കാണ്. അപ്പോൾ നമ്മുടെ മിഷണറീസ് അവിടെ ചെന്നിട്ട് അവരൊരു നല്ലൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിലേക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം 5-ാം ക്ലാസ് വരെയുള്ളൊരു ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂളാണ്. അപ്പോൾ അവർക്ക് അച്ഛൻ ഒരു വെക്കേഷൻ ക്യാമ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങളോടൊപ്പം ഫാദർ ജിനോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രൂപതയിൽ ഒരു അച്ഛനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ 2 പേരെയും കൂടി കണക്ട് ചെയ്ത് ഒരു ക്യാമ്പ് ഒരു 5 ദിവസം ഞങ്ങൾ നടത്തി. 5 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു. കാരണം ഒരു 10-100 കുട്ടികൾ, ലാംഗ്വേജ് ഭാഷ ഒന്നും അറിയില്ല, പക്ഷേ അവർ ഞങ്ങളെന്തോ പറയുന്നു, അവരത് കേൾക്കുന്നു. അപ്പോൾ അത് തമ്പുരാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ പറയും, ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയും, ചിലപ്പോൾ ഹിന്ദിയിൽ പറയും, പക്ഷെ അവർക്കെല്ലാം മനസ്സിലാകുന്നു. അതനുസരിച്ച് അവർ നമ്മളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ആക്ഷൻ സോങ്ങുകൾ പഠിപ്പിച്ചു, കുറേ ബേസിക് ആയിട്ടുള്ള അഡിക്വേറ്റ്സ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നെ അവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിട്ട് ഞങ്ങളത് എപ്പോഴും കാണുന്നു. പ്രത്യേകിച്ച് കൊയറിലൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അധികം പാടാനൊന്നും ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും വൈഫാണ് ഡാൻസ് അത്യാവശ്യം ഇവളും മോളും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ച് ഈ ടീച്ചിങ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ടിപ്സ് കിട്ടിയിട്ടുണ്ടാവും. അത് അച്ഛൻ അറിഞ്ഞിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി അവർക്ക് അറിയില്ല, ടീച്ചിങ് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അവർക്കത് അറിയില്ല എങ്ങനെ കുട്ടികളോട് ഹാൻഡിൽ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കത് ശരിക്കും ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. കാരണം അത് ഈശോയുടെ ഒരു വലിയൊരു ഇടപെടലാണ്. ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എന്നെ കയറ്റുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുന്ന സ്ഥലത്തും എനിക്ക് കൊച്ചുമക്കളെയാണ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ അവർക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ കുട്ടികൾ തന്നെയാണ് നമ്മൾ ഹൗസ് വിസിറ്റിന് ചെല്ലുമ്പോൾ അവർ ഓടി വരും നമ്മുടെ അടുത്തേക്ക്, ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ഓടി വരും. അതൊരു സ്നേഹപ്രകടനം വലിയൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ അവർ രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്ന് നിൽക്കും, ടീച്ചറെ പിള്ളേരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വിളിയും സ്നേഹവും നമ്മുടെ പിള്ളേരെക്കാളും കുറച്ചും കൂടി ഒരു പടിക്ക് സ്നേഹം കൂടുതൽ എന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നെ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ മനുഷ്യരെ നമ്മൾ കാണാൻ പറ്റി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും പക്ഷെ ഇത്ര ഇന്നസെൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അവർക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയാത്തൊരു ജനത.
ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു തനി നാടൻ അല്ലേ? നമ്മളൊരു 40-50 വർഷം ബാക്കിൽ കേരളം പോയാലും അവിടെ അത്ര ഒപ്പത്തില്ല. അത്രയും അതായത് എന്ന് വെച്ചാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല. അവര് എന്താ പറയുക, രാവിലെ സൂര്യൻ ഉദിച്ചാൽ എണീക്കണം. അത് 4 മണിക്ക് ഉദിച്ചാൽ പ്രത്യേകിച്ച് ഇപ്പൊ ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമില്ല, കുളിക്കണം എന്ന് നിർബന്ധമില്ല, ഒന്നും ചെയ്യണം എന്ന് നിർബന്ധമില്ല. അവിടെ 4 മണിക്ക് നേരം വെളുക്കും, അവരെ എണീക്കുന്നു, എവിടെയെങ്കിലും പോയിരിക്കുന്നു. സ്കൂൾ കുട്ടികളുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവരെ രാവിലെ മാതാപിതാക്കളെ കൊണ്ടുവരുന്നു, സ്കൂളിലാക്കുന്നു. ആരെങ്കിലും ഒരാളായിരിക്കും കൂടെ വരുന്നത്. ആള് സ്കൂൾ വിടുന്നത് വരെ സ്കൂളിന്റെ മുറ്റത്ത് അവിടെ ഇരിക്കും. സ്കൂൾ വിട്ടും മക്കളെയും കൊണ്ട് തിരിച്ചു പോയതിനു ശേഷമാണ് ഇവർക്കുള്ള ഭക്ഷണത്തെ പറ്റി അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അവർ എന്തെങ്കിലും എല്ലാവരും കുന്നിൻ്റെ മുകളിലാണ് ഇവരുടെ ഒരു സെറ്റിൽമെൻറ്റ്. അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് നെൽകൃഷിയുണ്ട്, കുറേ കുളങ്ങളുണ്ട്, കുളത്തിൽ മീനുണ്ട്, നെല്ല് ഇവർ കൃഷി ചെയ്യും. ബാക്കി കൃഷി ചെയ്യലും ഇല്ല. ബാക്കിയെല്ലാം വീട്ടിലിപ്പോൾ തന്നെ ഉണ്ടാകുന്ന മുരിങ്ങ, മത്തങ്ങ, മരച്ചീനി, അങ്ങനെയുള്ള സാധനങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. പാലില്ല, പാലവിടെ ആരും കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല. കോഴീനെ വളർത്തുന്നത് ആകെ 1-2 വീട്ടിലാണ് കോഴീനെ വളർത്തുന്നത്. അതും നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും അത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജനതയല്ല. പക്ഷേ എന്നാലും നമ്മുടെ മിഷണറീസ്, അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കത് ഞങ്ങളവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കാര്യം ഒരു അച്ഛൻ അല്ലെങ്കിൽ ആർക്കായാലും നമ്മളായാലും സംസാരിക്കും 1-2 വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ഒരു 50 വട്ടം 60 വട്ടം പറഞ്ഞാലും അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. 5 മണിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അച്ഛൻ അവിടെ വന്നിരിക്കും. കുർബാന ചിലപ്പോൾ 7 മണിക്കായിരിക്കും. 7 മണി ആകുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വരും. അത്രയും നേരം അച്ഛൻ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ഇരിക്കും. സിസ്റ്റർമാരും ഉണ്ടാവും കൂടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്കൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആൾക്കാർ വരുമോ വരില്ല എന്നുള്ളത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പില്ല. അവര് ഇപ്പോൾ എല്ലാ കാര്യം എന്തെങ്കിലും പറഞ്ഞ, പക്ഷെ അച്ഛൻ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ പാസ്റ്റർ കൗൺസിൽ പോലെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് എന്ത് പറഞ്ഞാലും ആണോന്ന് വെച്ചാൽ ഇങ്ങനെ തലയാട്ടും, അല്ലേന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ തലയാട്ടും. ഇതിലേതാന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോട് അച്ഛൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരാള്, അച്ഛനായാലും സിസ്റ്റേഴ്സ് ആയാലും അവിടുത്തെ ഒരാളായി അവര്. ഞങ്ങൾക്ക് ആദ്യം ചെല്ലുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ എന്നായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെയാണ്, ഇവരുടെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ അവരെടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയുക മിഷൻ ട്രെയിനിങ് കിട്ടിയ പിസ്റ്റ് അല്ല അവർ. പക്ഷേ നമ്മുടെ മിഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരവിടെ പോയി പ്രവർത്തിക്കുന്നതാണ്. ഒരു എന്താ പറയുക, നമ്മൾ അവരുടെ ഒപ്പം അവർ ഓടുന്ന ഓട്ടം കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു അംശം പോലും ഓടിയെത്താൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഞങ്ങൾ സത്യം പറഞ്ഞാൽ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കുറിച്ചുള്ള ഒരു വലിയൊരു ചിന്താഗതി തന്നെ ഞങ്ങൾക്ക് മാറി വന്നു. കാരണം ഞങ്ങൾ ഫാമിലിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ അവരും ഇത്ര സ്ട്രഗിൾ എടുക്കണവരുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്തറിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റി. തീർച്ചയായിട്ടും വളരെ ചെറിയ 2 കൊച്ചുമക്കളുമായിട്ട് നിങ്ങൾ പോയി അവിടെ ഇത്രയും നാളുകൾ അവിടെ താമസിച്ചു, പ്രവർത്തിച്ചു, കുട്ടികൾക്കിടയിൽ പ്രോഗ്രാമുകൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇത് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനമാവുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം പല ഒഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ഉള്ളിൽ ശരിക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അവസരം ഒരുക്കി തരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം കാണിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ ഒരു ആവശ്യകത കുടുംബങ്ങളായിട്ട് ഇങ്ങനെ മിഷൻ മേഖലകളിലേക്ക് പോകേണ്ടതിൻ്റെയും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെയും അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് സഹായിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അത് ഒരു സോഷ്യൽ ആസ്പെക്റ്റ് വെച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കണം. ഇതിനൊക്കെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി നമുക്കിത് ചെയ്യാൻ. വേറെ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെങ്ങനെ ഇവിടെ എത്തി. അതേപോലെ തന്നെ നമ്മൾ ഈശോയെ കൊടുക്കുക എന്ന് പറയുന്നത് അതും നമ്മുടെ ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ അവന് ഈശോനെ കൊടുക്കണം. അപ്പോൾ അതും നമുക്ക് ചെയ്യാതിരിക്കാൻ ഒരു ഒഴിവുകഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഫണ്ടമെൻ്റലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളും ഈ മിഷനിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഞങ്ങൾക്ക് ഇനിയും പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കുടുംബങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ല. നമ്മൾക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുക, അത് നമ്മൾ ചെയ്യുക.
അപ്പോൾ ഞങ്ങളുടെ മിഷൻ പ്ലേസിൽ ഇപ്പോൾ ഞങ്ങൾ ചെന്നത് ഒരുപാട് ഇപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫാമിലി ആയിട്ട് അല്ലെ മക്കളായിട്ട് ചെല്ലുന്ന എല്ലാവരുടെയും അവരുടെ മനസ്സിൽ ഭയങ്കര സ്ഥാനമുണ്ട്. കാരണം അവർ ഇതെങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു, ഇത്രയും എഫേർട്ട് ഇടുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് 5 ദിവസം ട്രാവൽ ചെയ്ത് അവിടെ എത്തി, 5 ദിവസം അവിടെ നിന്ന് തിരിച്ച് ട്രാവൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും അവർക്ക് വേണ്ടിയാണ് നമ്മൾ വന്നതെന്നുള്ളൊരു ബോധ്യം കൊണ്ട് അവരിൽ തന്നെ മാറ്റം ഉണ്ടാവാനും ഒരുപാട് കാരണമാകുന്നുണ്ട്. ഒപ്പം അതിനുശേഷം ഇപ്പം പോയി വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ജീസസ് യൂത്ത് ആക്ടിവിറ്റീസിൽ ഇപ്പോൾ ഫാമിലി മുന്നേറ്റങ്ങളിൽ നമ്മൾ സജീവമാണ്. അത് എത്രത്തോളം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുന്നുണ്ട്? മിഷന് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു സോണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈശോനെ കുറിച്ച് പറയാനായിട്ട് കുറച്ചും കൂടി ഒരു വേദി ഈശോ വീണ്ടും തരികയാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മിഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ യൂണിറ്റിലായാലും കൊറ്റനല്ലൂർ ഇടവകയിൽ നമ്മുടെ യൂണിറ്റിലായാലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. നമുക്ക് അവിടെയും ഈശോ പറഞ്ഞു കൊടുക്കാനും ആ ഒരു യൂണിറ്റിൽ നമ്മൾ അതായത് അവരൊക്കെ ചോദിക്കുന്നത് ഈ കുഞ്ഞുമക്കളായിട്ട് നിങ്ങൾ എങ്ങനെ പോയി എന്നൊരു ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ അതിനകത്ത് സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലായാലും എന്നോട് ടീച്ചേഴ്സ് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കണേ, ഈ 2 മക്കളെ വെച്ചിട്ട് ഇത് പോകാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഈശോ നടത്തും, ഞങ്ങൾക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർ പറയുന്നത് അവർ എത്രയോ ഹാപ്പി ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നോടൊപ്പം തന്നെ നിന്ന് അവൾ ഡാൻസ് കളിക്കും. അവർക്ക് അതിൽ ഏറ്റവും വലിയ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7:45 ഞങ്ങൾ സ്കൂളിലേക്ക് ചെല്ലും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് 2 മണിക്കാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു പോരണത്. ഈ 2 മണി വരെയുള്ള സമയത്ത് അവർ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കഴിക്കണമൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോണത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ അതിനോടൊക്കെ അഡ്ജസ്റ്റഡ് ആണ്. അവർക്ക് യാതൊരുവിധ പരിഭവോ പരാതിയോ ഒന്നുമില്ല. അമ്മേ എനിക്കിത് വേണം അത് വേണം അങ്ങനെ ഒരു പരിഭവോ പരാതിയോ ഇല്ല. ഫുൾ എനർജറ്റിക് ആണ് അവർ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വലിയ സാക്ഷിയായിട്ട് തന്നെ മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം അവരുടെയും വിശ്വാസ ജീവിതം തീർച്ചയായിട്ടും ഇതിലൂടെ വളരുന്നുണ്ട്. അവർക്കും ഒരുപാട് ദൈവാനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്കും സാധിക്കുമെങ്കിൽ മിഷന് പോകണം, എങ്ങനെ പോകാൻ സാധിക്കും. ഇങ്ങനെ ഇപ്പം ശാലോമിൻ്റെ ഓഫീസിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല ഫോൺ കോളുകളും വരുന്നുണ്ട്. അപ്പം അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈശോ നമ്മൾ ഒരു മിഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈശോ നമ്മളെ വഴി നടത്തും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ വീടുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈശോ നമുക്ക് ആ വീടിനോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാണ്. അതായത് ഞങ്ങളത്ര യോഗ്യരൊന്നുമല്ല, ഞങ്ങൾ മിഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഒരുങ്ങി കുർബാനയ്ക്ക് പോകും ഡെയിലി അങ്ങനെ. പക്ഷേ അത്രയും ഇല്ലായ്മയിൽ നിന്ന് പോലും ഈശോ നമ്മളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഈശോ എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റിലാണ്. കാരണം എനിക്ക് കറക്റ്റ് ഓരോ ഫാമിലിയിൽ ചെല്ലുമ്പോൾ ഈശോനോട് പറയും ഇന്ന കാര്യം ഈ വീടിനോട് സംസാരിക്കണം, ആ വീട്ടുകാർ ഇന്ന ടോപ്പിക്കിലാണ് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിലാണ് വിഷമം അനുഭവിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു മിറാക്കിളായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ഈശോ നമുക്ക് വേണ്ടി ഒരു 100 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് എടുത്തു വയ്ക്കും. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ഈശോ നമ്മളെ വഴി നടത്തും. എൻ്റെ മക്കൾക്ക് ഒരു ജലദോഷം പോലും ഞാനിവിടെ നിന്ന് ഡോക്ടറെ കണ്ട് എല്ലാ മരുന്നും മേടിച്ചിട്ടാണ് ഈ കുഞ്ഞുമക്കളെ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കോ മക്കൾക്കോ ഒരു ടാബ്ലറ്റ് പോലും യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല അവിടെ. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയാൽ ഈശോ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫിൽ പോകുന്ന കുറച്ച് അധികം ടീച്ചേഴ്സിനെ ഞങ്ങൾ കണ്ടു. അവർ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ മക്കളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരും മിഷനും ഇതേപോലെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ആർക്കും ഇറങ്ങാം, ചെറിയ യങ് കപ്പിൾസിനും ഇറങ്ങാം, ഇത്തിരി ഏജ് ആയവർക്കും ഇറങ്ങാം. നമുക്കതിന് വേണ്ട ഒരു വില്ലിങ്നെസ് മാത്രം മതി. അത് ബാക്കിയെല്ലാം തമ്പുരാൻ നോക്കിക്കോളും. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തമ്പുരാൻ കൊണ്ടുപോയാലും 10 ഇരട്ടി വിശ്വാസത്തോടെ 10 ഇരട്ടി സ്നേഹിച്ച് നമ്മളെ തിരിച്ചിവിടെ എത്തിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ജീവിതാനുഭവങ്ങളും ഒപ്പം ഈ കുഞ്ഞുമക്കളും ഒത്തുള്ള മിഷൻ യാത്രകളൊക്കെ ഒരുപാട് പേരെ പ്രചോദിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങൾ മിഷന് പോയ അഗർത്തലയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവിടെയുള്ള ഒരു പ്രാർത്ഥനയെങ്കിലും പഠിച്ചിട്ട് പോകാനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മോള് അവരുടെ ഭാഷയിൽ നന്മ തന്നെ പറയുമ്പോൾ ചെല്ലുന്ന കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അവരെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗും ഉണ്ട്.
ആബാ സജില തേപ്പോല കത്രാനെ മുങ്ങായി ആമേ. 2.5 വയസ്സും 5 വയസ്സുമുള്ള കൊച്ചുമക്കളെയും കൊണ്ടാണ് അവർ 5 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഇത്രയും ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ട് വളരെ പ്രതികൂലമായ കാലാവസ്ഥകളും സാഹചര്യങ്ങളുമുള്ള സ്ഥലത്ത് ഈശോയെക്കുറിച്ച് പറയാനായിട്ട് പരിശ്രമിച്ചത്. ലിബിൻ്റെയും ഫെമിയുടെയും ജീവിതം നമുക്ക് മുന്നിൽ വലിയ പ്രചോദനം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഇതുപോലെ ഒരുപാട് പ്രചോദനാത്മകമായിട്ടുള്ള മിഷൻ വിളി അനുസരിച്ച് ഈശോയെ പങ്കുവയ്ക്കാനുള്ള കൊതിയോടെ യാത്ര ചെയ്യുന്ന കുടുംബങ്ങളെ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം വാരിയേഴ്സ് ഓഫ് ഫെയ്ത്തിലൂടെ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ അഭിഷേകത്താൽ